ഹരി ഓം. നമസ്കാരം. നമ്മുടെ മനസ്സിലുള്ള പല ചോദ്യങ്ങൾക്കും വളരെ ലളിതമായി ഉത്തരം പറയുന്ന ഉത്തിഷ്ഠത ജാഗ്രത എന്ന ചോദ്യോത്തര പങ്ക്തിയുടെ ഈ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ യുവതലമുറയ്ക്ക് ധാരാളം സ്വപ്നങ്ങളും കഴിവുകളുമുണ്ട്. പക്ഷേ പ്രയത്നിക്കാനുള്ള ഒരു ത്വര അത് വളരെ കുറവുമാണ്. തനിക്ക് ഇല്ലാത്ത കഴിവുകൾ ഉണ്ടെന്ന ഒരു മിഥ്യാധാരണയിലാണ് അവർ ജീവിക്കുന്നത്. എന്നാൽ യാഥാർത്ഥ്യത്തോട് അടുക്കുമ്പോഴാണ് അതിനുള്ള കഴിവ് തനിക്കില്ല എന്ന് സത്യം മനസ്സിലാക്കുന്നത്. അത് അവരെ തികച്ചും നിരാശപ്പെടുത്തുന്നു. ഇതിനെ നമ്മൾ എങ്ങനെയാണ് നേരിടേണ്ടത്? നിങ്ങളുടെ ചോദ്യം കേട്ടപ്പോൾ എനിക്ക് മനസ്സിൽ ഓർമ്മ വന്നത് ഭഗവത്ഗീതയാണ്. മഹാഭാരത യുദ്ധക്കളത്തിലേക്ക് വരുന്ന അർജുനൻ ഈ യുദ്ധം തൻ്റെ മുന്നിൽ നിസ്സാരമാണെന്നും കൗരവന്മാരെ നിശേഷം വകവരുത്താൻ തനിക്ക് കഴിയുമെന്നുള്ള ഒരു അമിതമായ ആത്മവിശ്വാസം അർജുനനുണ്ടാക്കുന്ന ചില മാനസികമായിട്ടുള്ള അഹങ്കാരം. ഈ അഹങ്കാരം വെച്ച് അർജുനൻ യുദ്ധക്കളത്തിലേക്ക് വരുന്നു. കൃഷ്ണനോട് പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്കത് കാണാൻ സാധിക്കും. സേനയോർ ഉഭയോർ മധ്യേ രഥം സ്ഥാപയമേച്യുത. കൊണ്ടുപോയി നിർത്തൂ ഈ രഥത്തെ രണ്ട് സൈന്യത്തിൻ്റെ നടുവിലായി. യാവതേതാൻ നിരീക്ഷേഹം യോദ്ധുകാമാനവസ്ഥിതാൻ കൈർമയാ സഹ യോദ്ധവ്യം അസ്മിൻ രണസമുദ്യമേ. ഈ രണഭൂമിയിൽ എനിക്ക് തുല്യം യുദ്ധം ചെയ്യാൻ ആരാണുള്ളത്? ഞാൻ അവരെ ഒന്ന് കാണട്ടെ എന്ന് പറയുന്ന ഒരു ധാർഷ്ട്യത്തിൻ്റെ ഒരു നിർദ്ദേശം. ഇത് മനസ്സിലാക്കിയ കൃഷ്ണൻ അർജുനൻ്റെ ദൗർബല്യങ്ങളെ അർജുനന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അർജുനൻ്റെ രഥം കൊണ്ട് നിർത്തുന്നത് ഭീഷ്മപിതാമഹൻ്റെയും ദ്രോണാചാര്യയുടെയും മുന്നിലാണ്. അപ്പോൾ അവിടെ കൊണ്ട് നിർത്തുമ്പോഴാണ് അർജുനൻ മനസ്സിലാക്കുന്നത്, ഇവരെ വകവരുത്തിയാൽ ധർമ്മയുദ്ധത്തിൻ്റെ പേരിലായാലും ശരി, യുദ്ധമാണല്ലോ. അപ്പം മുത്തശ്ശനെയും ഗുരുവിനെയൊക്കെ വധിച്ചു കഴിഞ്ഞാൽ നാളെ സമൂഹം തന്നെ കാണുന്നത് എങ്ങനെയായിരിക്കും? സമൂഹത്തെ തനിക്കെങ്ങനെ നേരിടാൻ സാധിക്കും? ഈ ഒരു ചിന്തനം അർജുനനെ മാനസികമായി തളർത്തി. അർജുനൻ പിന്നീട് പറയുന്നത്, ഈ യുദ്ധക്കളത്തിൽ എനിക്ക് നിൽക്കാൻ തന്നെ മനസ്സ് വരുന്നില്ല. കൃഷ്ണ, എൻ്റെ കൈ വിറയ്ക്കുന്നു, ശരീരം വിറയ്ക്കുന്നു, മനസ്സ് തളരുന്നു, ഞാൻ യുദ്ധം ചെയ്യുന്നില്ല. കഥം ഭീഷ്മമഹം സാങ്കേ ദ്രോണം ച മധുസൂദനായിഷുഭി പ്രതിയോസ്യാമി പൂജാർഹാവരിതോ സൂദന. ഇത്ര ഹൈലി റെസ്പെക്ട്ഫുള്ളായിട്ടുള്ള എൻ്റെ ഗ്രാൻഡ് ഫാദറെ, അതുപോലെ തന്നെ എൻ്റെ ഗുരുവിനെ, ഹൗ ക്യാൻ ഐ കിൽ ദം എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അവരെ എങ്ങനെ കൊല്ലാൻ പറ്റും എന്നുള്ളത്. ഇത് അർജുനൻ പറയുമ്പോഴാണ് കൃഷ്ണൻ പറയുന്നത്, അർജുന, വാസ്തവത്തിൽ നിന്നെ തളർത്തുന്നത് ഇവരല്ല. നിന്നെ തളർത്തുന്ന ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്തോത്തിഷ്ട പരന്തപ. നിൻ്റെ ഹൃദയത്തിൻ്റെ മനസ്സിൻ്റെ ദൗർബല്യമാണ്. ഇന്നത്തെ തലമുറകൾക്ക് ഇതൊരു നല്ലൊരു സന്ദേശമാണ്. നിങ്ങൾ പറഞ്ഞതുപോലെ അമിതമായ ആത്മവിശ്വാസവും, എന്നാൽ സാഹചര്യം വരുമ്പോൾ തൻ്റെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരുമ്പോൾ അവർ മാനസികമായി തളരാറുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് ഇന്നുള്ള ഒരു സന്ദേശം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പ്രതീക്ഷകളും പ്രവൃത്തികളും അതുപോലെ തന്നെ പ്രകടനങ്ങളും പെരുമാറ്റവും ഇതെല്ലാം കോർഡിനേറ്റ് പോകുമ്പോഴാണ് ഒരു വ്യക്തി വികസിക്കുന്നത്. എനിക്ക് നിങ്ങളിൽ നിന്ന് ആദരവ് പ്രതീക്ഷിക്കാം, എനിക്ക് നിങ്ങളിൽ നിന്ന് നല്ല സ്നേഹം പ്രതീക്ഷിക്കാം. പക്ഷേ പ്രതീക്ഷിച്ചത് കിട്ടണം എന്നത് എൻ്റെ കൈവശത്തിലല്ല. ഞാൻ പ്രതീക്ഷിച്ചതിന് വിപരീതമായിട്ടാണ് എനിക്ക് കിട്ടുന്നതെങ്കിൽ എനിക്ക് തളരാം. പക്ഷേ എനിക്ക് പ്രകടിപ്പിക്കാനുള്ള കഴിവ് തന്നിട്ടുണ്ട് ഈശ്വരൻ. സ്നേഹം പ്രകടിപ്പിക്കാം, ആദരവ് പ്രകടിപ്പിക്കാം, വിനയം പ്രകടിപ്പിക്കാം. ഇതെല്ലാം പ്രകടിപ്പിക്കാൻ എനിക്ക് സാധിക്കും. ഇതുപോലെ എനിക്ക് മറ്റുള്ളവരെ പല കഴിവുകളും ഇല്ലെങ്കിലും മറ്റുള്ളവരുടെ കഴിവുകൾ നോക്കിക്കൊണ്ട് അവരിൽ നിന്ന് കഴിവുകളെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അതിനെനിക്ക് ഒബ്സർവേഷൻ വേണം. ഞാൻ എടുത്തു ചാടി പ്രവർത്തിക്കാതെ നിരീക്ഷിച്ചുകൊണ്ട് മറ്റുള്ളവരിൽ നിന്ന് നിർദ്ദേശങ്ങൾ ചോദിച്ചുകൊണ്ട് മനസ്സിലാക്കാനുള്ള വിനയം ഇന്നത്തെ യുവതലമുറയ്ക്കില്ലാത്ത ഒരു സ്വഭാവമാണ് വിനയം. അതായിരിക്കാം അവരെ പലപ്പോഴും മാനസികമായി തളർത്തുന്നത്. വിനയം വളരെ അത്യന്താപേക്ഷിതമാണ്. ഗീതയിൽ കൃഷ്ണൻ പറയും, വിദ്യാ വിനയസമ്പന്നേ ബ്രാഹ്മണേക വിഹസ്തിനി ശുനിച്ചൈവശ്വഭാഗേച്ഛ പണ്ഡിത സമദർശിന. അതായത് വിദ്യ കൂടുന്തോറും വിനയം വരണം. വിനയമുള്ളവർക്കേ വിദ്യ വരുള്ളൂ എന്നുള്ളതാണ്. ഇന്ന് വിനയമില്ലാത്തതായിരിക്കാം പലപ്പോഴും അവർക്ക് മറ്റുള്ളവരാളെ ശ്രദ്ധിക്കാനോ അവരിൽ നിന്ന് തനിക്കില്ലാത്ത കഴിവ് കണ്ട് മനസ്സിലാക്കാനോ സാധിക്കാത്തത്. ഇതിന് നല്ലൊരു ഉദാഹരണം ഏകലവ്യനാണ്. തന്നെ പഠിപ്പിക്കാൻ ദ്രോണാചാര്യൻ തയ്യാറാവാതെ വന്നപ്പോൾ വിനയാന്വിതനായി ദ്രോണാചാര്യൻ്റെ പ്രതിമ വെച്ചുകൊണ്ട് ആ ഗുരുവിൻ്റെ ശിഷ്യനെന്ന ഭാവത്തോടുകൂടി പ്രതിമയിൽ നിന്ന് വിദ്യാഭ്യാസം നേടിയ, കഴിവ് നേടിയ ഒരു കുട്ടി നമ്മുടെ സംസ്കാരത്തിൽ ഉജ്ജ്വലനായിട്ടിരിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ സാഹചര്യങ്ങളിൽ തളരാതെ ഉന്നതമായ ആത്മീയ ബോധത്തിലേക്ക് ഉയർന്ന പ്രഹ്ലാദൻ, അച്ഛൻ പോലും തളർത്തിയിട്ടും തളരാത്ത കുട്ടി. ആ സാഹചര്യത്തിന് ഉയരാൻ അദ്ദേഹത്തിന് സാധിച്ചത് പലപ്പോഴും നമുക്ക്
കിട്ടാത്തതായൊരു അനുഗ്രഹം, അതായത് നല്ല ആളുകളുമായിട്ടുള്ള സമ്പർക്കം പ്രഹ്ലാദന് കിട്ടി. ഇതുപോലെ നല്ലൊരു അമ്മയുടെ ഒരു സഹായം ധ്രുവന് കിട്ടിയത് കൊണ്ടായിരിക്കാം ധ്രുവനും മാനസികമായിട്ടുള്ള ഉയർന്നത്. ഇവിടെ അച്ഛനമ്മമാർക്കുള്ളൊരു നിർദ്ദേശം എന്താണെന്ന് വെച്ചാൽ, കുട്ടികൾക്കൊരിക്കലും അമിതമായ ഒരു ആത്മവിശ്വാസം ഉണ്ടാവാൻ അനുവദിക്കരുത്. അവർക്ക് സാഹചര്യങ്ങൾക്കനുസരിച്ച് മറ്റുള്ളവരോട് പെരുമാറാനും മറ്റുള്ളവരുടെ മുന്നിൽ വിനയാന്വിതരാവാറും, അതുപോലെ വീട്ടിൽ തന്നെ അച്ഛനമ്മമാർ പറയുന്നത് കേൾക്കാനും അവരുടെ നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളാനുമുള്ള വിനയമുണ്ടോ, ഇതൊക്കെ കുട്ടികൾ ശ്രദ്ധിച്ചുകൊണ്ട് അവരെ ആ സമയാസമയങ്ങളിൽ പാകപ്പെടുത്തണം. ഇന്നത്തെ യുവതലമുറകളോടും പറയാനുള്ളത്, വിനയമില്ലാത്തവന് വിദ്യ ശോഭിക്കില്ല. വിനയം എന്ന് പറഞ്ഞാൽ തല കുനിക്കുക എന്നുള്ളതല്ല, മറ്റുള്ളവരാൾ പറയുന്നത് കേൾക്കാനും അവരെ ഒബ്സർവ് ചെയ്യാനും അവരിൽ നിന്ന് നിർദ്ദേശങ്ങൾ സ്വീകരിക്കാനും അതിനെ മനസ്സിലാക്കി തൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും സാധിക്കുമ്പോഴാണ് നമുക്കില്ലാത്ത പല കഴിവുകളും നമുക്ക് നമ്മളിൽ തന്നെ വാർത്തെടുക്കാൻ സാധിക്കുന്നത്. അത് ഇന്നത്തെ യുവതലമുറകൾക്ക് വളരെ അത്യാവശ്യകരമാണ്.